കഴിഞ്ഞ മാസം പാകിസ്ഥാനിലെ ഇസ്ലാമിക തീവ്രവാദി സംഘങ്ങൾ പാക് അധിനിവേശ കാശ്മീരിൽ നടത്തിയ സമ്മേളനത്തിൽ ഹമാസ് തീവ്രവാദി നേതാക്കൾ പങ്കെടുത്ത് ഹമാസ് തങ്ങളുടെ സാന്നിധ്യം പാക് അധിനിവേശ കാശ്മീരിൽ സ്ഥിരീകരിച്ചിരുന്നു. ഫെബ്രുവരി ആദ്യവാരമായിരുന്നു ജെയ്ഷെ മുഹമ്മദിന്റെയും ലഷ്കർ ഇ തോയ്ബയുടെയും ഉന്നത തീവ്രവാദി നേതാക്കൾക്കൊപ്പം ഹമാസ് തീവ്രവാദികളും കാശ്മീർ ഐക്യദാർഢ്യ ദിനത്തിൽ പാക് അധീന കാശ്മീരിൽ സംഗമിച്ചത്. കൂടാതെ ഹമാസിന്റെ വക്താവും ഇറാനിലെ പ്രതിനിധിയുമായ ഖാലിദ് അൽ ഖദൂമി പാകിസ്ഥാനിലെ കടുത്ത ഇസ്ലാമിസ്റ്റ് നേതാവ് മൗലാന ഫസൂർ റഹ്മാന്റെ വീട്ടിൽ ഫെബ്രുവരി 4-ന് കൂടിക്കാഴ്ചയും നടത്തിയിരുന്നു. ആഗോള തീവ്രവാദികൾ തമ്മിലുള്ള ധാരണയുടെ ഭാഗമായി നടന്ന ഒറ്റപ്പെട്ട സംഗമം എന്നതിനപ്പുറത്ത് പാക് അധീന കാശ്മീർ ഇപ്പോൾ ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ ഇ തോയ്ബ, ഹമാസ് അടക്കമുള്ള ആഗോള ഭീകരന്മാരുടെ ഇടത്താവളമായി മാറിയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യത്തെ അരക്കെട്ടുറപ്പിച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിലെ റാവലക്കോട്ടിൽ നടന്ന കാശ്മീർ സോളിഡാരിറ്റി ആൻഡ് ഹമാസ് ഓപ്പറേഷൻ അൽ അക്സ ഫ്ലഡ് കോൺഫറൻസിൽ ഹമാസ് നേതാവായ ഡോക്ടർ ഖാലിദ് അൽ ഖദൂമി പങ്കെടുത്തിരിക്കുന്നത്. ഈ സമ്മേളനത്തിന് തൊട്ടു പിന്നാലെ ഹമാസ് ഗ്രൂപ്പിനെ കുറിച്ചുള്ള ആശങ്കകളും പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകര ഗ്രൂപ്പുകളുമായുള്ള അവരുടെ ബന്ധവും ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഹമാസിനെ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കണം എന്നുള്ള നിർദ്ദേശങ്ങളുമായി ഇസ്രായേൽ ഇന്ത്യയെ സമീപിച്ചിരിക്കുകയാണ്. ഇതോടെ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളവും വിശേഷിച്ച് കേരളത്തിൽ എങ്ങുമുള്ള ഹമാസ് ആരാധകരുടെ എല്ലാത്തരം തീവ്രവാദ നീക്കങ്ങളെയും അവസാനിപ്പിക്കാൻ, ഹമാസിനെ നിരോധിക്കാനും ഹമാസന്മാരെയെല്ലാം പൂട്ടിക്കെട്ടാനുമുള്ള ശക്തമായ നീക്കത്തിന് കേന്ദ്ര സർക്കാർ അതിശക്തമായ നടപടികളുമായി രംഗത്തിറങ്ങുമെന്നാണ് സൂചനകൾ. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇസ്രായേലും ഇന്ത്യയും തമ്മിൽ ദൃഢമായി നിലനിൽക്കുന്ന നയതന്ത്ര ബന്ധം തന്നെയാണ്. കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി ഗാസ മുനമ്പിൽ നിന്നും ഹമാസ് ഭീകരവാദികളെ നിർമൂലമാക്കുവാനുള്ള നീക്കങ്ങൾ ശക്തമായി തുടരുമ്പോഴും ഇസ്രായേലിന് അതിശക്തമായ പിന്തുണ നൽകിയിട്ടുള്ള ഒരു സൗഹൃദ രാഷ്ട്രമായ ഇന്ത്യ ഹമാസിനെ തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിക്കാത്തതിൽ അവർക്ക് വിഷമമുണ്ട് എന്നതാണ് വാസ്തവം. അതുമാത്രമല്ല, ഇസ്രായേൽ കൊന്നുതള്ളാൻ സ്കെച്ചിട്ട് നിർത്തിയിരിക്കുന്ന ഹമാസ് നേതാവ് ഖാലിദ് മാഷലിനെ കേരളത്തിൽ ഓൺലൈനിൽ കൊണ്ടുവന്ന് പ്രസംഗിപ്പിച്ചതടക്കമുള്ള കാര്യങ്ങൾ ഇസ്രായേൽ അതീവ ഗൗരവമായി എടുത്തിരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. അതിനിടയ്ക്ക് ഹമാസ് പാക് അധീന കാശ്മീരിൽ സാന്നിധ്യം അറിയിച്ചതോടെ ഇസ്രായേൽ അടിയന്തരമായി രംഗത്ത് വരികയായിരുന്നു. ഹമാസിന്റെ തീവ്രവാദത്തെ തുരുത്തുന്നതിന് ഇസ്രായേലിന് ഇന്ത്യ നിരുപാധിക പിന്തുണ നൽകുകയും 2023 ഒക്ടോബർ 7-ന് ഇസ്രായേലിനെതിരായ ഭീകരാക്രമണങ്ങളെ ശക്തമായി അപലപിക്കുകയും ചെയ്തിട്ടും US, യൂറോപ്യൻ യൂണിയനും ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾ ഹമാസിനെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിട്ടും ഇന്ത്യ ഹമാസിനെ നിരോധിച്ചിരുന്നില്ല. 2023 മുംബൈ ആക്രമണം നടത്തിയ പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ലഷ്കർ ഇ തോയ്ബയെ ഇസ്രായേൽ നിരോധിക്കുകയും ഹമാസിന്റെ ഭീകര പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇന്ത്യൻ സർക്കാരിന് കൈമാറുകയും ചെയ്തിരുന്നു. ഹമാസിനെ നിരോധിക്കാനുള്ള ഇന്ത്യയുടെ നീക്കത്തെക്കുറിച്ച് മുമ്പ് പാർലമെന്റിലും ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെട്ടിരുന്നു. വിദേശകാര്യ മന്ത്രാലയം ഒരു സംഘടനയെ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കുന്നത് UAPയുടെ പരിധിയിൽ വരുമെന്നും ബന്ധപ്പെട്ട സർക്കാർ വകുപ്പുകളുടെയും നിയമത്തിലെയും വ്യവസ്ഥകൾ അനുസരിച്ച് ഇത് പരിഗണിക്കുമെന്ന് അന്നേ പ്രസ്താവിച്ചിരുന്നു. ഇപ്പോൾ അതിനുള്ള നടപടികൾ ഊർജിതമാകുന്നു എന്നുള്ള വാർത്തകളും പുറത്തുവരുന്നുണ്ട്. ഇന്ത്യയെ പരാജയപ്പെടുത്തുമെന്ന് പാക് പ്രധാനമന്ത്രി തുടർച്ചയായി പ്രസ്താവനകൾ ഇറക്കുന്നതിനിടയിൽ ആഗോള ഇസ്ലാമിക തീവ്രവാദികൾ പാക് അധീന കാശ്മീരിൽ തുടർച്ചയായി തമ്പടിക്കുന്നതിനെക്കുറിച്ച് കനത്ത ജാഗ്രത തന്നെ ഇന്ത്യ കൈക്കൊള്ളേണ്ടതുണ്ട്. മാത്രമല്ല, സോളിഡാരിറ്റി റാലിയിൽ ഇന്ത്യ വിരുദ്ധ പ്രസംഗങ്ങളും ഈ ഭീകര സംഘടനകൾ തമ്മിലുള്ള ഐക്യദാർഢ്യവും പ്രകടമായിരുന്നു. കൂടാതെ ഹമാസ് നേതാവിനെ ജെയ്ഷെ മുഹമ്മദും ലഷ്കർ ഇ തോയ്ബയും ചേർന്ന് ബൈക്കുകളിലും കുതിരപ്പുറത്തിരുന്നും ഹമാസ് പതാകകൾ വീശി സ്വീകരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നു. അമേരിക്ക, യൂറോപ്യൻ യൂണിയൻ, കാനഡ, ഓസ്ട്രേലിയ, യുണൈറ്റഡ് കിങ്ഡം എന്നിവയുൾപ്പെടെ നിരവധി രാജ്യങ്ങൾ ഹമാസിനെ ഭീകര സംഘടനയുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇന്ത്യ, റഷ്യ, ചൈന, തുർക്കി തുടങ്ങിയ ചില രാജ്യങ്ങൾ ഹമാസിനെ ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഏതായാലും ഇസ്രായേലിന്റെ അടിയന്തര നിർദ്ദേശത്തിനനുസരിച്ച് കാര്യങ്ങൾ മുമ്പോട്ട് പോയാൽ അതിൻ്റെ ശക്തമായ പ്രതിഫലനം തൃത്താല അടക്കമുള്ള കേരളത്തിലെ പലയിടങ്ങളിലും ഉണ്ടാകും.